ശ്രീ കൃഷ്ണദാസ്, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുന്നു? അതായത് പ്രധാനമായും ഉന്നയിക്കുന്നത് സാമ്പത്തിക വളർച്ചയിൽ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല, അതോടൊപ്പം മധ്യവർഗം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, നികുതിയിലടക്കം ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇതിനെയൊക്കെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? നമ്മുടെ ഇക്കോണമി എത്രയോ വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഒരു ബേസിക് സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ വികസനം, സാധാരണക്കാരുടെ തൊഴിൽ മേഖലയിലുള്ള വികസനങ്ങൾ, MSME സെക്ടർ, ഈ തരത്തിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചെറുകിട തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഇടങ്ങളിലാണ് നമ്മളുടെ ഇക്കോണമിയുടെ വളർച്ച ഒരു കാലഘട്ടത്തിൽ പ്രധാനമായും നിലനിന്നിരുന്നത്. അവിടെ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലേക്കും അതോടൊപ്പം തന്നെ ഒരു വൻകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകളിലേക്ക് നമ്മുടെ ഇക്കോണമി പിന്നീട് മാറി. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനൊരു ബാലൻസിങ് സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വൻകിട മേഖലകളിലുള്ള വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ താഴെ തട്ടിൽ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലാണെങ്കിലും താഴെ സാധാരണക്കാരുടെ ഇടയിലേക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പകൾ നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് മുദ്രാ ലോണുകൾ വഴിയുള്ള വായ്പകൾ നൽകിക്കൊണ്ട് ഏകദേശം 50 കോടിയോളം വരുന്ന ആളുകളിലേക്ക് അതിന് പ്രയോജനം എത്തിക്കാൻ വേണ്ടി സർക്കാരിന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അവരുടെ തൊഴിൽ സ്വയം സൃഷ്ടിക്കാൻ കഴിയുന്ന, ഒപ്പം തന്നെ കൂടെയുള്ള സാധാരണക്കാരെ കൂടി ചേർത്തുകൊണ്ട് ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്കും നിലപാടുകളിലേക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറിയിരിക്കുന്നു, അതല്ലെങ്കിൽ സാമ്പത്തിക രംഗം മാറിയിരിക്കുന്നു എന്നതാണ്. കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നിരിക്കുന്നു. ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൊണ്ടുവരുന്ന ഡെവലപ്മെൻറ്റാണ് പ്രധാനമായിട്ടുള്ളത്, സ്റ്റേറ്റ് കൊണ്ടുവരുന്ന വ്യവസായങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിരിക്കുന്നു. തൊഴിലിടങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകേണ്ട വളർച്ച, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരേണ്ട സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ, അതിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ UPI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വലിയ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ത്യയുടെ മാർക്കറ്റിംഗ് സിസ്റ്റം വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ വെച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് ആ സിസ്റ്റം എത്തിക്കുക എന്നുള്ളത്, ഡിജിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സിസ്റ്റം എത്തിക്കുക എന്നുള്ളത് അത്ര ഗുണകരമായ ഒന്നായിരിക്കില്ല എന്നുള്ള വിമർശനമുണ്ടായി. പക്ഷേ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ വലിയ കുതിച്ചുചാട്ടം UPIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും വലിയ ക്രയവിക്രയം നടത്തുന്ന മേഖലയായി ലോകത്തിലെ തന്നെ എടുത്തു പറയാവുന്ന വളർച്ച ആ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് നേടാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ്. മറ്റൊന്ന്, നമ്മളുടെ സാമ്പത്തിക സുസ്ഥിരതയെക്കുറിച്ച് പറയുമ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന നമ്മളുടെ ഗോൾഡ് റിസർവ് 102 ടണ്ണാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിച്ചത്. അപ്പോൾ നമ്മളുടെ സാമ്പത്തിക രംഗം സുസ്ഥിരമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ പ്രൊഫസർ റോണി സൂചിപ്പിച്ചപ്പോഴും അദ്ദേഹം ഒരു വിമർശനം എന്നുള്ള നിലക്കല്ല, അദ്ദേഹം ചില സാധ്യതകളും അതിൻ്റെ നിലപാടുകളും ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. നമ്മളുടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ബജറ്റുകളെ കാണുക എന്നില്ല, അതല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ കാണുക എന്നുള്ള കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നാം സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ വളർച്ച ഉണ്ടാകുമെന്ന് വെറുതെ പറയുക എന്ന് പറയുന്ന ഒരു നിലപാടിൽ നിന്ന് മാറി കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി നിലപാടുകളെ കാണുകയും അത് ബജറ്റിൽ അവതരിപ്പിക്കുകയും ആ ബജറ്റിൽ കൊണ്ടുവരുന്ന പദ്ധതികളെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന് നമ്മളുടെ പൊതു കടത്തിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മളിപ്പോൾ നേരത്തെയും ആ വിമർശനമാണ് ഉയർത്തിയത്. പക്ഷെ അതേസമയം തന്നെ നമ്മളുടെ സാമ്പത്തിക സുസ്ഥിരത GDP ഉണ്ടായിട്ടുള്ള വളർച്ച, അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എഫർട്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെസഷൻ ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ആ റെസഷൻ നേരിട്ട സമയത്ത് ആ രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ അതിൽ പരാജയപ്പെട്ട രാജ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മളുടെ ജനസംഖ്യയെ സംബന്ധിച്ച് നമ്മളുടെ രാജ്യത്തിൻ്റെ സർവമാന മേഖലകളിലുമുള്ള ഒരു നിലപാട് നോക്കിക്കഴിഞ്ഞാൽ താഴെ തട്ടിൽ മുതൽ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ, നമ്മളുടെ ബാങ്കിങ് സിസ്റ്റത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അനുപാതത്തിൽ നമുക്ക് വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ തൊഴിൽ ഇടങ്ങളിൽ ഉണ്ടാകുന്ന വളർച്ച, ഉദാഹരണത്തിന് നമ്മുടെ തൊഴിലില്ലായ്മ എന്നുള്ളത് 3.4ലേക്ക് താഴ്ത്താൻ വേണ്ടി സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് ലോൺ കൊടുത്തിട്ടുള്ളതാണെങ്കിലും ഇനി അവർക്ക് കിട്ടാക്കടങ്ങളായി എഴുതി തള്ളിക്കൊണ്ടിരുന്നതാണെങ്കിലും അത് ആ തരത്തിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന GNPA എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന നമ്മളുടെ
കിട്ടാക്കടങ്ങളുടെ ഒരു നിലവാരം അത് കഴിഞ്ഞ ഒരു 12-13 വർഷക്കാലത്തൊരു ടോട്ടൽ നിലപാട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2.6% നമ്മൾ താഴ്ന്നിരിക്കുന്നു. ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ കൺസ്യൂമർ ഐറ്റങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു വിഷയമാണ് താഴെത്തട്ടിൽ ഉള്ള സാധാരണക്കാർ ഉപയോഗിക്കുന്ന കൺസ്യൂമർ പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ. അതിൽ സർക്കാർ എടുത്തിട്ടുള്ള MSME സെക്ടറിൽ എടുത്തിട്ടുള്ള സുശക്തമായിട്ടുള്ള നടപടികളുടെ ഭാഗമായി ആ സെക്ടറിന് കൊടുത്തിട്ടുള്ള ഊന്നലിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ആ മേഖലയിലുള്ള പ്രൊഡക്ഷൻ അത് കൂടി സാധാരണക്കാർ ഉപയോഗിക്കുന്ന നിലവാരമുള്ള നമ്മുടെ പ്രൊഡക്റ്റുകൾ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കൊണ്ടുവന്ന ബ്രാൻഡിങ്, ആ ബ്രാൻഡിങ് ജനം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ജനങ്ങൾ അംഗീകരിക്കുക മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡുകളിലേക്കൊന്നായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെയുള്ള ഇന്ത്യൻ പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ തന്നെ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സേവന മേഖലയിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സേവന മേഖലയിലേക്കുള്ള കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തൊക്കെ ഇന്ത്യ വളർന്നിരിക്കുന്നു. അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സേവന മേഖലകളിലാണെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സേവന മേഖലയിലെ കയറ്റുമതിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറിയിരിക്കുന്നു. പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇക്കോണമി സ്റ്റഡിയായി നിൽക്കുന്നു എന്നുള്ളതാണ്.